നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നിരന്തരം വരുന്ന ഹെയ്റ്റ് കമന്റുകളോട് പ്രതികരിച്ച് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ദിയ കൃഷ്ണ തുറന്നു പറയുകയായിരുന്നു. ബ്ലോഗിൽ താൻ ഹോബിയായി ചെയ്യുന്നതാണ്. എന്നെ കാണാൻ ഇഷ്ടമുള്ളവർക്കായി സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ വ്ലോഗ് ഇട്ട് പോവുകയാണ്. അല്ലാതെ ആരെയും വെറുപ്പിക്കാൻ വേണ്ടി ഇടുന്നതല്ല. ഞങ്ങളെ ഒട്ടും ഇഷ്ടമല്ലാത്തവർക്ക് എനിക്ക് ഭൂമിയിലുള്ള എല്ലാവരെയും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ലാത്ത എന്നെ ദ്രോഹിച്ച ഒരുപാട് പേരുണ്ട് എന്നും പറഞ്ഞ് വീടിൻ്റെ പുറത്ത് കല്ലെറിയേണ്ട കാര്യമില്ല. അവർ നമ്മളെ ക്ഷണിച്ചിട്ടില്ല. പോയി നിന്ന് കല്ലെറിയുന്ന നമ്മൾ പൊട്ടന്മാരാണ്. ഇഷ്ടമല്ലാത്ത ഒരാളുടെ വീടിൻ്റെ വെളിയിൽ പോയി നിന്ന് എന്തിന് കല്ലെറിയണം? അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇഷ്ടമല്ലാത്തവരെ ബ്ലോഗ് ചെയ്യുക. എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഞാൻ ബ്ലോഗ് ചെയ്യും. എൻ്റെ ഫാമിലിയും അവരെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എനിക്ക് ഏത് ഇൻഫ്ലുവൻസറും സോഷ്യൽ മീഡിയയിൽ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതെല്ലാം ഫേക്ക് ചെയ്യാം, ഫേക്ക് ചെയ്യാതിരിക്കാം. നിങ്ങളെല്ലാവരെയും കൈയടിച്ച് പാസ്സാക്കുന്ന ആളായി എനിക്ക് പെരുമാറാം. അതാണ് സോഷ്യൽ മീഡിയ എന്നെ മായാലോകം. നിങ്ങൾ കാണുന്ന യൂട്യൂബേഴ്സെ അവരെ പോലെ എന്ന് കരുതി ദയവ് ചെയ്ത് താരതമ്യം ചെയ്ത് എന്നെ കാണരുത്. കാരണം വീഡിയോ ഇടുന്നവർ യഥാർത്ഥ ജീവിതത്തിൽ ആരാണ്, എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും. ഒരുപക്ഷെ അതിലും നല്ല ആളായിരിക്കും ഞാൻ. എന്നെ നേരിട്ട് കണ്ട ഒരാളും നിങ്ങളൊരു അഹങ്കാരിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ ഡൗൺ ടു എർത്ത് ആണ്. എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റാത്തവർക്ക് എന്തു പറയാൻ പറ്റും? അതങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും പരിചയമുള്ളവർക്ക് അറിയുമായിരിക്കും. അശ്വിൻ്റെയും എൻ്റെയും കുടുംബങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ് കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ കാണിക്കുന്നത് മാത്രമാണ് നിങ്ങൾ കാണാറുള്ളൂ. ചിലപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കും നിങ്ങൾ എന്നെ ഇങ്ങനെ വിലയിരുത്തുന്നത്. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ സംസാരങ്ങൾ വന്നു തുടങ്ങി. അശ്വിനും ദിയയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നും ജീവിതത്തിൽ കടിച്ചു പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം തന്നെ ഒരുപാട് ഫേക്കായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതൊന്നും തന്നെ സത്യമല്ല. ഇത്തരത്തിലാണ് വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ദിയ കൃഷ്ണ ഇതിൻ്റെ എന്താണ് സത്യഭാഗം എന്നെല്ലാം തന്നെ മനസ്സിലാക്കിയതെന്നും രംഗത്ത് വരികയാണ്. നിങ്ങൾക്ക് ദിയ കൃഷ്ണ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ